ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണോ? ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കത് വായിക്കാം. ആദ്യത്തെ സഹനം. രണ്ടാമത്തത്, ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 4-ാം തിരുവചനം നോക്കിയാലോ. യേശുവിനെ അറിഞ്ഞ് തിരുവചനമനുസരിച്ച് ജീവിക്കുന്നതാണ് മഹത്വത്തിൻ്റെ ജീവിതം. യേശു എങ്ങനെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയോ അതുപോലെ നാമും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. യേശു മാതൃകയിൽ നാമും ജീവിതം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ ഐക്യപ്പെട്ടുള്ള ജീവിതം എന്നാൽ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുക എന്നതാണ്. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലുമോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അവയെല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവിൻ. അനുദിന ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനും സാക്ഷ്യം നൽകാനും ലഭിക്കുന്ന അവസരങ്ങളെ നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കണം. സഹനം ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഉത്തമ മാർഗമാണ്. സഹന സമർപ്പണത്തിൻ്റെ ഫലം രക്ഷാകരമാണെന്ന് തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു: ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനൂപമായ മഹത്വവും. രോഗസഹനത്തെക്കുറിച്ചുള്ള യേശുവിൻ്റെ മറുപടി: ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ മഹത്വത്തിനും അതുവഴി ദൈവപുത്രൻ മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയുള്ളതാണ്. യേശുവിലൂടെ വെളിപ്പെട്ട ദൈവമഹത്വം ഗ്രഹിക്കാനും അവ ലക്ഷ്യം വെച്ച് ജീവിക്കാനും നമ്മെ പ്രാപ്തരാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതുവരെ ആ അവകാശത്തിൻ്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. താബോർ മലയിൽ വെച്ചുള്ള യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് ശിഷ്യർ നിദ്രാവിവശരെങ്കിലും ദൈവമഹത്വം ദർശിക്കാനുള്ള ഉണർവ് അവർക്ക് നൽകിയത് പരിശുദ്ധാത്മാവാണ്. ഇതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് മരണമുഖത്തു നിൽക്കുന്ന സ്തെഫാനോസിനെ ദൈവമഹത്വത്തെ മുഖാഭിമുഖം നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനുള്ള കൃപ നൽകിയത്. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു. പാപം ചെയ്യുന്നവന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. പാപി തൻ്റെ പാപം വഴി മഹത്വപ്പെടുത്തുന്നത് തിന്മയുടെ ഉറവിടമായ പിശാചിനെയാണ്. വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അനുനിമിഷം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടാണിരിക്കുന്നത്. എന്നാൽ പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ പക്ഷം ചേർന്ന് തൻ്റെ സൃഷ്ടാവായ ദൈവത്തെ അപകീർത്തിപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വവും നൽകുന്നതിന് പകരം തനിക്കു തന്നെയും സൃഷ്ടവസ്തുക്കൾക്കും മഹത്വം നൽകുന്നവന് നാശമായിരിക്കും ഫലം. ഹെരോദേസിനുണ്ടായ ദുരന്തത്തെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. അഹങ്കാരിക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയില്ല. വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ദൈവവചനമനുസരിച്ച് ജീവിച്ചുകൊണ്ടും ദൈവിക പുണ്യങ്ങളായ വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയിൽ ആഴപ്പെട്ടും കാരുണ്യപ്രവൃത്തികളിലൂടെ നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്തി ജീവിക്കാം. ദൈവവചനം ജീവിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം മഹത്വപ്പെടും. എല്ലാം നമ്മൾ ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ദൈവം നടത്തിത്തരുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക. ഓക്കെ, താങ്ക് യു.